ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം സമസ്തക്കാരും ശിർക്ക് ചെയ്യുന്നവരും കാഫിറുകളും അഥവാ അവിശ്വാസികളും മുശ്രിക്കുകളുമോ എന്നതാണ് ഇന്നത്തെ വിഷയം. ഉസുറുൻ ബിൽ ജഹൽ, അതായത് ഈ ശിർക്ക് ചെയ്യുന്നവർക്ക് ഉസുർ കൊടുക്കേണ്ടതുണ്ടോ, ഒഴിവ് കഴിവ് കൊടുക്കേണ്ടതുണ്ടോ, അവരുടെ അജ്ഞത കാരണമാണ് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒഴിവ് കഴിവ് കൊടുക്കേണ്ടതുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. ഞാൻ വായിക്കാൻ പോകുന്നത് ഷെയ്ഖ് റബീഉൽ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലയുടെ ഫത്വയാണ്. ഞാൻ ഷെയ്ഖ് റബി റഹിമഹുല്ലയുടെ ഫത്വ വായിക്കാൻ കാരണമുണ്ട്. കാരണം കേരളത്തിലും ലോകത്ത് മുഴുവനും ഇങ്ങനെ തക്ഫീർ ചെയ്യുന്ന, കാഫിറാക്കുന്ന, മുസ്ലിങ്ങളെ കാഫിറാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആ വിഭാഗം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ പ്രബോധനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഷെയ്ഖ് റബി റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഫത്വയിലൂടെ അദ്ദേഹം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം ഞാൻ ആദ്യം ഷെയ്ഖ് റബി റഹിമഹുല്ലയുടെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം വായിക്കാം. പിന്നെ ഞാനത് ഇൻഷാ അല്ലാഹ് ആ ഫത്വ മുഴുവൻ വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ അറബി വചനങ്ങളും ഷെയ്ഖ് റബിയുടെ ലിങ്കും, വെബ്സൈറ്റിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്രോതസ്സും സമസ്തക്കാരും ശിർക്ക് ചെയ്യുന്നവരും കാഫിറുകളും മുശ്രിക്കുകളുമോ എന്നതാണ് തലക്കെട്ട്. അതിൻ്റെ താഴെ ലിങ്ക് കാണാം ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്ക് തുറന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അറബി വാചകങ്ങളും ഷെയ്ഖിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇതിൻ്റെ സ്രോതസ്സും കിട്ടും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഞാൻ ആദ്യം പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം, ഇവർ ചെയ്യുന്ന രീതി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, ഈ രീതിശാസ്ത്രം ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അവനൊരു പുസ്തകം കൈവശം വെക്കുന്നു. അതിൽ അറിവില്ലായ്മയുടെ ഒഴികഴിവുകൾ ഇല്ലെന്ന തെരഞ്ഞെടുത്ത പ്രസ്താവനകളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ശ്രദ്ധിക്കുക, ഇവർ അറിവില്ലായ്മയുടെ ഒഴിവുകഴിവ് ഇല്ല, അതായത് ഒഴിവുകഴിവ് കൊടുക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യണം, കാഫിറാക്കണം, മുശ്രിക്കാക്കണം എന്ന തെരഞ്ഞെടുത്ത ഫത്വകൾ ഇവരുടെ കൈമിലുണ്ടാവും. ബാറക്കല്ലാഹു ഫീക്കും. ഇതന്നെയാണ് കേരളത്തിലെ അവസ്ഥ. ലോകം മുഴുവൻ ഇതുതന്നെയാണ്, ഇങ്ങനെ തക്ഫീർ ചെയ്യുന്നവരുടെ അവസ്ഥ. കാരണം അറിവില്ലായ്മയുടെ ഒഴിവുകഴിവ് ഉണ്ട്, കൊടുക്കണം, തക്ഫീർ ചെയ്യരുത് എന്ന ഫത്വകളും ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ ഇവർ എന്താണ്, ഇല്ല, ഒഴിവ് കൊടുക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യണമെന്ന് തിരഞ്ഞെടുത്ത ഫത്വകളാണ് ഇവരുടെ കൈമേലുണ്ടാകുക. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ ആശയം അദ്ദേഹം ഈ രീതിയിൽ വഹിക്കുന്നുണ്ടെന്ന്. അതിനാൽ ഞാൻ അദ്ദേഹത്തോട് പലതവണ തർക്കിക്കുകയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ രീതിശാസ്ത്രവും സലഫുകളുടെ രീതിശാസ്ത്രവും തെളിവുകളും വിശദീകരിക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം തർക്കിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊരു സ്വഭാവമാണ്. നമ്മൾ തെളിവ് കൊടുത്താലും അവർ തർക്കിച്ചു കൊണ്ടേയിരിക്കും. ഷെയ്ഖ് പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരാണ് നിങ്ങളുടെ ഇമാം? അതായത് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ നിങ്ങളുടെ ഇമാം ആരാണ്, നിങ്ങളുടെ പണ്ഡിതൻ ആരാണ്? അപ്പോൾ അദ്ദേഹം പറയും, ഇന്ന ആളാണ് എൻ്റെ പണ്ഡിതൻ എന്ന്. അങ്ങനെ പണ്ഡിതന്മാരെ പേര് പറയും. അങ്ങനെ ഞാൻ ഗവേഷണം നടത്തി. ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, അദ്ദേഹം ഗവേഷണം നടത്തി. അള്ളാഹു മുഖേന അവർ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർക്ക്, അതായത് അവർ ഒഴിവ് കഴിവ് കൊടുക്കരുത്, തക്ഫീർ ചെയ്യണം എന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക് തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. ഷെയ്ഖ് പറയാണ് റഹിമഹുല്ല, ഒരു സമയത്ത് അജ്ഞത കാരണം ഒഴിവ് കഴിവുണ്ടെന്നും മറ്റൊരു സമയത്ത് അജ്ഞതയുടെ ഒഴിവ് കഴിവില്ല എന്ന പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവർ പറയും, ഈ തക്ഫീർ ചെയ്യുന്നവർ പറയും, കേരളത്തിൽ ലോകത്തും
നമ്മളടുത്ത് എന്താണ് തെളിവുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒഴിവ് കൊടുക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യണം. എന്നാൽ ഇതേ പണ്ഡിതന്മാർ ഒഴിവ് കൊടുക്കണം എന്ന ഫത്വകളുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഒരു പണ്ഡിതനിൽ നിന്ന് തന്നെ ഉണ്ട് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. അതിനുള്ള തെളിവ് ആണ് ഞാൻ തന്നെ നിങ്ങൾക്ക് തരാം ഇൻഷാ അല്ലാഹ്. ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പോയാൽ കാണാം. എന്ത്, ഈ തക്ഫീർ ചെയ്യുന്നവർ കേരളത്തിലും എല്ലാത്തിടത്തും ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ള ഫത്വയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കും. അതായത് ഒഴിവ് കൊടുക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യണം എന്ന ഫത്വ. എന്നാൽ ഷെയ്ഖ് ഫൗസാൻ റഹിമഹുല്ലയുടെ തന്നെ ഒഴിവ് കൊടുക്കണം, തക്ഫീർ ചെയ്യാൻ പാടില്ല എന്ന ഷെയ്ഖ് ഫൗസാൻ്റെ ഫത്വ തന്നെ ഉണ്ട്. കണ്ടോ, പരസ്പര വിരുദ്ധം. ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞ പോലെ ആ ഫത്വയും നിങ്ങൾക്ക് ഇതേ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയിട്ട് അതേ ലിങ്ക് തുറന്നാൽ, ഈ ചാനലിൽ ഒരു ലിങ്കേ ഉണ്ടാവുള്ളൂ, അതേ ഡിസ്ക്രിപ്ഷനിൽ അതേ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ളയുടെ ഒഴിവ് കൊടുക്കണം, തക്ഫീർ ചെയ്യരുത് എന്ന ഫത്വ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഒരു പണ്ഡിതനിൽ നിന്ന് തന്നെ എന്തുണ്ട്, പരസ്പര വിരുദ്ധ പ്രസ്താവനകളുണ്ട്, ഫത്വകളുണ്ട്. ഇതൊക്കെ തക്ഫീറിൻ്റെ ആൾക്കാർ മറച്ചു വെക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഈ അഭിപ്രായം ഷെയ്ഖ് റബി റഹിമഹുല്ല എന്നിട്ട് പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഈ അഭിപ്രായം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഒഴിവ് കൊടുക്കണം എന്ന് അള്ളാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ അത് സലഫുകളുടെ അഭിപ്രായമാണ്. ഒഴിവ് കൊടുക്കണം എന്ന് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്. ഇതാണ് സലഫുകളുടെ അഭിപ്രായം. എന്നാൽ ആരെങ്കിലും തൻ്റെ അഭിപ്രായം സ്ഥാപിക്കുകയും ഇതല്ലാത്ത മറ്റൊരഭിപ്രായത്തിൽ തൃപ്തനാവുകയും നിശബ്ദ പാലിക്കുകയും ചെയ്താൽ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഒക്കെ അഭിപ്രായം തന്നെയാണ്, സലഫുകളുടെയും അഭിപ്രായം തന്നെയാണ്. എന്നാൽ ആർക്കെങ്കിലും ഇതല്ലാത്ത അഭിപ്രായം, അതായത് ഒഴിവ് കൊടുക്കണ്ട, തക്ഫീർ ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ നിശബ്ദ പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല എന്നാണ് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയുന്നത്. എന്നിരുന്നാലും അവൻ പോയി കുഴപ്പങ്ങൾ ജ്വലിപ്പിക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും മറ്റുള്ളവരെ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഇല്ല അള്ളാഹുവാണ് സത്യം, അവനെ സംബന്ധിച്ച് മൗനം പാലിക്കാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഈയിടെ നമ്മുടെ ഒരു സഹോദരൻ ഈ ക്ലാസ് എടുത്തു, ഉസുർ ബിൻ ജഹൽ. അതായത് പിന്നെ ഒഴിവ് കൊടുക്കണം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ മൗനം പാലിക്കണമെന്ന്. അപ്പം തന്നെ ഈ തക്ഫീർ ചെയ്യുന്ന വിഭാഗം എന്ത് പറഞ്ഞു, ഇനി ഞങ്ങളെങ്ങനെ മൗനം പാലിക്കും, കാരണം ഇവിടെ ആശയക്കുഴപ്പമുണ്ടാക്കി അവിടെ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. എന്നിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ഈ സഹോദരൻ, ക്ലാസ് എടുത്ത സഹോദരൻ എന്തുകൊണ്ട് മൗനം പാലിച്ചില്ല? ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഷെയ്ഖ് റബി റഹിമഹുല്ല എന്താ പറഞ്ഞ, ആരാ മൗനം പാലിക്കണം, ആരാണ് മൗനം പാലിക്കാതിരിക്കേണ്ടതെന്ന് ഷെയ്ഖ് റബി റഹിമഹുല്ല എന്താ പറഞ്ഞത്? തക്ഫീർ ചെയ്യാമെന്ന് പറയുന്നവരാണ് മൗനം പാലിക്കേണ്ടത്. എന്നാൽ അവർ ആളുകളെ അവിശ്വാസികളാക്കുകയും ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്താൽ പിന്നെ അവരെക്കുറിച്ച് മൗനം പാലിക്കാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് റബി റഹിമഹുല്ല ഇവിടെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആര് മൗനം പാലിക്കണം, ആര് മൗനം പാലിക്കരുത്, ഇത് ഷെയ്ഖ് റബി റഹിമഹുല്ല വ്യക്താക്കി. ഇവിടെ അടുത്ത് തിരഞ്ഞെടുത്ത ഫത്വകളുണ്ടാവും, അതും ഷെയ്ഖ് റബി റഹിമഹുല്ല വ്യക്താക്കി. ഇനി ഒരു പണ്ഡിതൻ തന്നെ പരസ്പര വിരുദ്ധ ഫത്വകൾ ഈ വിഷയത്തിലുണ്ട്. ഒഴിവ് കൊടുക്കണമെന്നും ഒഴിവ് കൊടുക്കണ്ടെന്നും. അതിൻ്റെ തെളിവ് ഈ തക്ഫീറിൻ്റെ ഭാഗത്ത് ഫൗസാൻ ഹഫീദുള്ളയുടെ ഒഴിവ് കൊടുക്കണ്ട എന്ന ഫത്വയാണ് ഇവർ പ്രചരിപ്പിക്കുക. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് തുറന്നാൽ അതിൽ ഷെയ്ഖ് ഫൗസാൻ്റെ ഹഫീദുള്ള ഒഴിവ് കൊടുക്കണം എന്ന ഫത്വ കിട്ടും. അപ്പോൾ ഒരു പണ്ഡിതനിൽ നിന്ന് തന്നെ പരസ്പര വിരുദ്ധ ഫത്വ. എന്നിട്ട് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, ശക്തമായ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ഉപാധിയായി
അതായത് തക്ഫീർ ബിൻ ഐനിന് മുമ്പ് തെളിവ് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് തെളിവ് സ്ഥാപിക്കണമെന്നതാണ് ശക്തമായ അഭിപ്രായം, ശരിയായ അഭിപ്രായം. ഇനി ഇതൊരുവന് ശക്തമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ഒരാൾക്ക് തോന്നുന്നു ഇത് ശക്തമല്ല, തെളിവ് പോരാ, ഒഴിവ് കഴിവ് കൊടുക്കാൻ പാടില്ല, തക്ഫീർ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഷെയ്ഖ് പറയാണ് നിശബ്ദത പാലിക്കണം. അപ്പം തൻ്റെ മറ്റു സഹോദരങ്ങളെ ബഹുമാനിക്കണം. അവൻ അവരെ വഴിപിഴച്ചതായി പ്രഖ്യാപിക്കരുത്. കാരണം അവരുടെ അടുത്ത് സത്യമുണ്ട്, അവരുടെ പക്കൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അവരുടെ പക്കലുണ്ട്, സലഫുകളുടെ രീതിശാസ്ത്രവും അവരുടെ പക്കലുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഇവർ ഈ തക്ഫീറിൻ്റെ ആളുകൾ ഇതിനോട് കൂട്ടിപ്പറയുകയും ചെയ്യും. എന്ത്? കുബൂരികളുടെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കും, ഖബർ ആരാധകരുടെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കും, ശിർക്ക് ചെയ്യുന്നവരുടെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കും, അപ്പം എങ്ങനെ അവർക്ക് ഒഴിവ് കൊടുക്കുക എന്നൊക്കെയാണ് ഇവരുടെ വാദം. എന്നാൽ ഷെയ്ഖ് റബീ റഹിമഹുല്ലാഹ് തന്നെ മറ്റൊരു ഫത്വയിൽ വ്യക്തമാക്കുന്നുണ്ട്, മറ്റു പണ്ഡിതന്മാർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെ ഫത്വകളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ഷിർക്ക് ചെയ്യുന്നവരുടെ പിന്നിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് അവരുടെ ഷിർക്ക് അത് ഷിർക്ക് തന്നെയാണോ എന്ന് വ്യക്തമാക്കണം. അത് ഷിർക്കിലേക്ക് പോകുന്ന വിധത്താണോ അതോ ഷിർക്കിലേക്ക് പോകാത്ത വിധത്താണോ എന്ന് വ്യക്തമാക്കണം. അതിന് ദാവത്ത് ചെയ്യണം. ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്, ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ദാവത്ത് ചെയ്തിട്ട് തീരുമാനിക്കാൻ പാടുള്ളൂ ഓന് ചെയ്യുന്നത് ഓൻ ഷിർക്കും കുഫറും ചെയ്യുന്നുണ്ട് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അനുഭവമാണ്. ഞാൻ ദാറുൽ ഹുദ ചെമ്മാടിലെ വിദ്യാർത്ഥികൾ എനിക്കറിയാം. അതേപോലെ കാന്തപുരം മദ്രസയിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾ എനിക്കറിയാം. അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ അവർ തൗഹീദുള്ള ആൾക്കാരാണ്, പക്ഷെ അവർ കുട്ടികളാണ്. അവരെ മാതാപിതാക്കളാണ് അവർ ഈ മദ്രസയിൽ ചേർത്തിയത്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ അവർക്ക് ഈ മദ്രസ പഠിപ്പിക്കുന്ന വിശ്വാസമില്ല. ഈ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് എതിര് സംസാരിക്കാൻ ആ പ്രായത്തിൽ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ആ മദ്രസയിൽ ചേർന്നത്. അപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ് അവർ പഠിച്ചത്. അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ എൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്ന. കാരണം ആ സമയത്ത് അവർ ചെറിയ കുട്ടികളാണ്, ചെറിയ ക്ലാസ്സുകളിലാണ്. അവർക്ക് മാതാപിതാക്കൾ അനുസരിച്ചേ പറ്റുള്ളൂ. മാതാപിതാക്കൾ അനുവാദമില്ലാണ്ട് അവർക്ക് ഒരു സ്കൂളിലും ചേരാനും പറ്റൂല. അപ്പോൾ അവർ യൂണിഫോം അങ്ങനെയായിരിക്കും, ഒരു ബട്ടൺ അയച്ച യൂണിഫോമായിരിക്കും. അപ്പോൾ എല്ലാവരെയും ആമായിട്ട് കുബൂരികൾ എന്ന് പറയരുത്. പ്രായമുള്ള ആളുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ദാവത്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അവരിൽ ഷിർക്കുണ്ടോ, അവരുടെ ഈ ബിദ്അത്ത് ഷിർക്കിലേക്കുള്ള ബിദ്അത്താണോ അതോ ഷിർക്കിലേക്ക് എത്താത്ത ബിദ്അത്താണോ എന്ന് ദാവത്ത് ചെയ്യണം, അവരോട് പ്രബോധനം ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി നമുക്ക് ഷെയ്ഖ് റഹിമഹുല്ലയുടെ ആ ആദ്യത്തെ ഫത്വ, അതായത് ഉസ്ർ ബിൻ ജഹൽ എന്ന വിഷയത്തിലുള്ള ഫത്വ നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാം. ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു, ഈ പ്രശ്നം, അജ്ഞതയുടെ ഒഴിവ് കഴിവിൻ്റെ പ്രശ്നം, അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ മറന്നുപോയി, പിന്നിൽ നിസ്കരിക്കേണ്ട വിഷയത്തിൻ്റെ ഫത്വയും ഞാൻ അത് ഈ ആദ്യത്തെ ഫത്വ വായിച്ചതിന് ശേഷം അത് മുഴുവൻ വായിക്കുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതും നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിലെ ചാനലിൽ ഇതേ ലിങ്ക് പോയാൽ അതിൻ്റെ അറബി വചനങ്ങളും സ്രോതസ്സും കിട്ടും. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, ഈ പ്രശ്നം, അജ്ഞതയുടെ ഒഴിവ് കഴിവിൻ്റെ പ്രശ്നം, അത് അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവ് കഴിവിൻ്റെ അഭാവം, അതായത് അജ്ഞതയുടെ അതിനെ ചുറ്റിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുണ്ട്. കണ്ടോ? ഷെയ്ഖ് റഹിമഹുല്ല പറയാണ് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. സലഫികളെ വേർപെടുത്താനും അവരിൽ ചിലർ മറ്റുള്ളവരെ അടിക്കാൻ ഇടയാക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഞാൻ മദീനയിലായിരുന്നു. സഹോദരൻ റിയാദ് അൽ സയീദ് എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ റിയാദിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ തായിഫിൽ 50 യുവാക്കളുണ്ട്. അവരെല്ലാം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ തക്ഫീർ ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഖബർ ആരാധകരെ തക്ഫീർ ചെയ്യാറില്ല.
അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് അവരോട് പ്രയോഗിക്കുന്നു. കണ്ടോ, ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല ഇവർ തക്ഫീർ ചെയ്തു, കാഫിറാക്കി. കാരണം എന്താ? ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല ഖബർ ആരാധകർക്ക് ഒഴിവ് കഴിവ് കൊടുത്തു. അവരെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്ന് കൊടുത്തു. അവർക്ക് ഒഴിവ് കഴിവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആരെയാ കാഫിറാക്കിയത്? ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലയെ. കൊള്ളാം, ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാം, കൊള്ളാം, ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയയെയും ഇബ്നുൽ ഖയ്യിമിനെയും സലഫുകളിൽ പലരെയും തക്ഫീർ നടത്തണം. കാരണം അവർ അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് നൽകുന്നുണ്ട്. കണ്ടോ, ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ ഷെയ്ഖ് അൽ അൽബാനിയെ മാത്രമല്ല, ഇബ്നു തൈമിയ റഹിമഹുല്ലയെയും ഇബ്നുൽ ഖയ്യിമിനെയും സലഫുകളിൽ പലരെയും തക്ഫീർ ചെയ്യേണ്ടി വരും. അവർക്കിതിന് ഇനി ഒഴിവ് കഴിവ് നൽകാൻ അവർക്ക് തെളിവുകളുണ്ട്. എന്താ തെളിവുകൾ? എന്തുകൊണ്ടാണ് ഈ ഒഴിവ് കഴിവ് കൊടുക്കുന്നത്? അതിന് തെളിവുകളുണ്ട്. ഖുർആനിൽ ആയത്തുകൾ തന്നെ ഉണ്ട്, ഹദീസുകളുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ല കൊടുക്കുന്നൊരു ആയത്ത് നോക്ക്. വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. ഒരു റസൂലിനെ അയക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കുന്നവരായിരിക്കില്ല താനും. ഇത് സൂറത്ത് ഇസ്ര 17-ാം അധ്യായം 15-ാം വചനമാണ്. അപ്പോൾ ആ റസൂലിൻ്റെ സന്ദേശം കിട്ടിയിട്ടില്ല, റസൂലിൻ്റെ സന്ദേശം മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ശിക്ഷ ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ഉസുറുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നത്തെ തെളിവ്, വമൻ യുഷാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത മസീറ. ആരെങ്കിലും അവന് സന്മാർഗം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം റസൂലിനോട് ഭിന്നിച്ച് ചേരി പിരിഞ്ഞതായാൽ സത്യവിശ്വാസികളുടെ മാർഗത്തിലല്ലാത്തതിനെ അവൻ പിൻപറ്റുകയും ചെയ്താൽ അവൻ തിരിഞ്ഞ പ്രകാരം അതേ പാട്ടിന് അവനെ നാം തിരിച്ചു കളയുകയും അവനെ ജഹന്നമിൽ കടത്തി എരിയിക്കുകയും ചെയ്യും. അത് എത്രയോ മോശമായ പര്യവസാനം. ഇത് സൂറത്ത് നിസായിലെ 115-ാം വചനമാണ്. ഇവിടെ എന്താ പറയുന്നത്? അവന് സന്മാർഗം വ്യക്തമായി മനസ്സിലാകണം. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആ സന്മാർഗം വ്യക്തമാകണം എനിക്ക്. എന്നിട്ട് റസൂലിനെതിരെ പ്രവർത്തിക്കുക, എന്നിട്ട് സഹാബാക്കൾ റളിയല്ലാഹുവിൻ്റെ മാർഗത്തിനെതിരെ പ്രവർത്തിക്കുക. അപ്പോഴാണ് അവൻ അവൻ്റെ മാർഗത്തിൽ തിരിച്ച് അവനെ ജഹന്നമിൽ, നരകത്തിൽ പ്രവേശിപ്പിക്കുക. ഷെയ്ഖ് റഹിമഹുല്ല ഒരായത്തും കൂടി കൊടുക്കുന്നുണ്ട്. വമാ കാന അല്ലാഹു യുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂന ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. ഒരു ജനതയെയും അവർക്ക് അള്ളാഹു മാർഗനിർദ്ദേശം നൽകിയതിന് ശേഷം വഴിപിഴവിലാക്കാവതല്ല. അവർ സൂക്ഷിക്കേണ്ടതിനെ അവർക്ക് അവൻ വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്നത് വരേക്കും. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്ത് തൗബയിലെ 9-ാം അധ്യായം 115-ാം വചനമാണ്. അപ്പോൾ എന്താ? ബാറക്കല്ലാഹു ഫീക്കും. അവർക്ക് മാർഗദർശനം ലഭിക്കണം, അവർക്കത് വ്യക്തമാക്കി കൊടുക്കണം. ഇതൊക്കെ അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്തുകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഈ കുഫ്ർ ചെയ്യുന്നവർ, ഈ ശിർക്ക് ചെയ്യുന്നവർ, ഈ ഖബർ ആരാധകർ, അവർ ചെറിയ പ്രായത്തിൽ അവരുടെ മദ്രസയിൽ ഇത് പഠിക്കുകയാണ്. അതിനവർക്ക് അവരുടെ പണ്ഡിതന്മാർ, അവർ ഹാഫിളുകൾ വരെ ആയിരിക്കും, വലിയ താടിയും തൊപ്പിയൊക്കെ ഉണ്ടാവും, വലിയ പണ്ഡിതന്മാരായിട്ട് കാണുകയാണ് ഇവരുടെ മാതാപിതാക്കളും. അതേപോലെ ഈ ചെറിയ കുട്ടി അവരുടെ ഈ മദ്രസയിൽ പഠിക്കുമ്പം അങ്ങനെ ഖുർആനിൻ്റെ ആയത്തും ഹദീസും ഒക്കെ തെളിവായി കൊടുത്തിട്ടാണ് ഇവർക്ക് ആ ഷിർക്കല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ജായിസാണ്, അനുവദനീയാണ്, ഖബറാരാധന അനുവദനീയാണ് എന്ന രീതിയിൽ ഖുർആനും ആയത്തും തെളിവായിട്ട് ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുമ്പം അത് അവരുടെ തലച്ചോറിൽ കയറിയിരിക്കുകയാണ്. തഫ്സീറുകളിൽ വരെ റിപ്പോർട്ടുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇബ്നു കസീറിൻ്റെ റഹിമഹുല്ലയുടെ തഫ്സീറിലൊക്കെ. അതൊന്നും ശരിക്ക് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ കുട്ടികളിൽ ഇബ്നു കസീറിലുണ്ട്, ഫത്വൽ ബാരിയിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച്
അതിൻ്റെ ശരിയായത് എന്താണെന്ന് മനസ്സിലാക്കിയതാണ് ഈ കുട്ടി ഇങ്ങനെ വളർന്ന് ഷിർക്ക് ചെയ്യുന്നത്, ഷിർക്കിലാകുന്നത്, അങ്ങനെ ഖബറാരാധന ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒഴിവ് കഴിവ് കൊടുക്കണ്ടേ? കാരണം അവർ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. അവർ ചെയ്യുന്നതിന് അവരുടെ പണ്ഡിതന്മാർ, ഹാഫിളീങ്ങൾ ഖുർആൻ്റെ ആയത്തും ഹദീസും തഫ്സീറുകളൊക്കെ തെളിവായി ഉദ്ധരിച്ചിട്ട് അവർക്ക് ഈ ചെയ്യുന്ന ഖബറാരാധന അനുവദനീയമാണ്, അത് സഹാബാക്കളെ മാർഗ്ഗമാണ്, അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്, നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചതാണ്, ചെറിയ പ്രായത്തിലേ പഠിപ്പിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചതല്ലേ തലയിലുണ്ടാകുക, തലച്ചോറിലുണ്ടാകുക, മസ്തിഷ്കത്തിലുണ്ടാകുക. അങ്ങനെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അവർക്ക് ഒഴിവ് കഴിവ് കൊടുക്കണം. അങ്ങനെ അവരോട് ദഅവത്ത് ചെയ്യണം. അതാണ് അള്ളാഹ് വ്യക്തമാക്കിയത്. അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. കാരണം അവർ തെറ്റായി പഠിച്ചിട്ടുണ്ട്. അതാണ് ഒരു കാരണം. അവരെ തെറ്റായിട്ട് ഖുർആൻ്റെ ആയത്തും ഹദീസും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ വളർന്ന് വലുതായതാണ്. അങ്ങനെ നമ്മളെ പോലത്തെ ഒരാൾ പോയിട്ട് അല്ല അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിശ്വസിക്കൂല. കാരണം അവർക്ക് വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരും ഹാഫിളീങ്ങളും അവരെ ഖബറാരാധന ജായിസാണെന്ന് അള്ളാഹും റസൂലും സഹാബത്തിന് മാർഗ്ഗമാണെന്ന് അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അവർക്ക് ഒഴിവ് കഴിവ് കൊടുക്കാതിരിക്കും? അപ്പം നമ്മൾ ഓരോ വ്യക്തിയെയും നമ്മൾ ദഅവത്ത് ചെയ്യണം, അതിന് സമയമെടുക്കും. കാരണം ഒന്നും രണ്ടും തെളിവുകൾ വ്യക്തമാക്കിയാൽ പോരാ. അവരുടെ അടുത്ത് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, തഫ്സീറിൽ ഉദ്ധരണികളുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അത് ഷെയ്ഖ് റബീ റഹിമഹുല്ലാഹ് വേറൊരു ഫത്വയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓരോ ചെറിയ സംശയങ്ങളും വ്യക്തമാക്കി കൊടുക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് തുടരാണ് റബീ റഹിമഹുല്ലാഹ്. ഒരു മുസ്ലിം കുഫറിൽ അഥവാ അവിശ്വാസത്തിൽ വീണത് കാരണം അവിശ്വാസി ആവില്ലെന്ന് സൂചിപ്പിക്കുന്ന ഇനിയും പ്രമാണങ്ങളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഷെയ്ഖ് റബി 3 ആയത്ത ഓതിയത്. ആയത്ത നമുക്ക് പറഞ്ഞു തരുന്നത് എന്ത്? കുഫറിൽ വീണാലും അവർ അവിശ്വാസത്തിൽ വീണാലും അവർ അവിശ്വാസിയാവില്ല എന്ന 3 ആയത്തുകൾ നമുക്ക് തെളിവായി ഉദ്ദേശിച്ചതിന് ശേഷം പറയുന്ന ഷെയ്ഖ് റബി ഇനിയും പ്രമാണങ്ങളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഞങ്ങൾ പറയുന്നു കുഫറിൽ വീണു, ഉദാഹരണത്തിന് അജ്ഞത കാരണം അവൻ വീണു പോയ ഈ കുഫർ, അപ്പോൾ ഞങ്ങൾ തക്ഫീർ ചെയ്യുകയില്ല. ഞങ്ങൾ അവനോട് തെളിവ് വ്യക്തമാക്കുകയും അവനെതിരെ തെളിവ് സ്ഥാപിക്കുകയും ചെയ്യുന്നത് വരെ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞതാണ് ഖുർആനിൽ, തെളിവ് സ്ഥാപിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അവൻ ഷാഢ്യത്തോടെ എതിർപ്പ് കാണിച്ചാൽ ഞങ്ങൾ അവനെ തക്ഫീർ ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റബിയൊക്കെ പണ്ഡിതന്മാരാണ് തക്ഫീർ ചെയ്യുക. അതിനാൽ പിന്നീട് ആ ഫത്വ വായിക്കാം ഇൻഷാ അല്ലാഹ്. നജ്ദിലെ ദഅവയിലെ നിരവധി ഇമാമുമാർ ഈ അഭിപ്രായത്തിലാണ്. അവരിൽ ചിലരുടെ സംസാരം വ്യത്യാസപ്പെട്ടിരിക്കാം. ചിലപ്പോൾ അവർ തെളിവ് സ്ഥാപിക്കണം എന്ന ഉപാധി വയ്ക്കുന്നു, ചിലപ്പോൾ അജ്ഞതയുടെ ഒഴിവ് കഴിവ് നൽകാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് നൽകാത്തവൻ്റെ വാക്കുകളിൽ ചിലർ മുറുകെ പിടിക്കുന്നു. കണ്ടോ, അതിൽ മുറുകെ പിടിക്കുന്നു. എന്നിട്ടും തെളിവ് സ്ഥാപിക്കണമെന്നത് ഒരു ഉപാധിയാണെന്ന വ്യക്തമായ പ്രമാണങ്ങൾ അവഗണിക്കുന്നു. കണ്ടോ, വ്യക്തമായ പ്രമാണങ്ങളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ തെളിവ് സ്ഥാപിക്കണം, അതൊരു ഉപാധിയാണ് എന്ന്. ഒരു മുസ്ലിം മുക്കഫിറിൽ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൽ വീണാൽ തെളിവ് അവൻ്റെ മേൽ സ്ഥാപിക്കപ്പെടുന്നത് വരെ തക്ഫീർ ചെയ്യാൻ പാടില്ല. ഇമാം ഷാഫി റഹിമഹുല്ലയിൽ നിന്ന് ഞാൻ പരാമർശിച്ചതും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളും അവയിൽ നിന്നാണ്. ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് പറയാത്ത ഒരു ബഹുമാനപ്പെട്ട ഷെയ്ഖിനെ എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ സാമിത്തയിൽ പഠിക്കുകയും ഈ ഷെയ്ഖ് ഞങ്ങളെ അവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ഈ ആശയം വഹിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം കുഴപ്പങ്ങൾ ജലിപ്പിച്ചില്ല. അജ്ഞതയുടെ ഒഴിവ് കഴിവ് നൽകുന്നവനോട് തർക്കിക്കുകയോ വാദിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്തില്ല.
40 വർഷത്തോളം ഞങ്ങൾ സുഹൃത്തുക്കളായി ജീവിച്ചു. അദ്ദേഹം അടുത്തിടെ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ. കാരണം ഇങ്ങനെ ആയിരിക്കണം. അഥവാ ഒഴിവ് കഴിവ് കൊടുക്കരുത്, തക്ഫീർ ചെയ്യണം എന്നുള്ള ആശയക്കാരനാണെങ്കിൽ ഓൻ മൗനം പാലിക്കണം. ഉണ്ടോ? പണ്ഡിതന്മാരങ്ങനെയായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഞാനൊരു സമ്മേളനത്തിൽ ഇരുന്നപ്പോൾ ഷെയ്ഖ് റബീ റഹിമുള്ള പറയാണ്, സമ്മേളനത്തിലെ ആളുകളിൽ ഒരാൾ അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. അതിനാൽ ഈ തെളിവുകൾ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. നജ്ദിലെ പണ്ഡിതന്മാർക്ക് പരസ്പരം അറിയാമെന്നും അവരിൽ ചിലർ അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവ് സ്ഥിരീകരിക്കുന്നു എന്നും അവരിൽ ചിലർ സ്ഥിരീകരിക്കുന്നില്ല, ഒഴിവ് കഴിവ് കാണിക്കുന്നില്ല, എന്നിട്ടും അവർ സഹോദരന്മാരായി ബന്ധിക്കപ്പെട്ടവരാണെന്നും ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. കണ്ടോ? അവർ തമ്മിൽ പ്രശ്നങ്ങളില്ല, തർക്കമില്ല. ഈ രണ്ടഭിപ്രായം ഉണ്ടായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ വാദപ്രതിവാദങ്ങളോ അവർക്കിടയിലില്ല. അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അതോ അവർ ഇളക്കുന്നില്ല. അതിനാൽ അദ്ദേഹം നിശബ്ദനായി. കുഴപ്പം ആഗ്രഹിക്കാത്തതിനാൽ തർക്കിച്ചില്ല. അതിനാൽ നജ്ദിൽ ഈ വ്യത്യാസം, അതായത് അഭിപ്രായം, ചില മശായിഖുകൾക്കും അവരല്ലാത്തവർക്കും ഇടയിൽ കാണപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും തർക്കമില്ല, വഴിപിഴച്ചതായി പ്രഖ്യാപിക്കുന്നില്ല, യുദ്ധമോ കുഴപ്പമോ ഇല്ല അവർക്കിടയിൽ. ബാറക്കല്ലാഹു ഫീക്കും. ഇങ്ങനെയല്ലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വേണ്ടത്? അല്ലാതെ ഈ തക്ഫീർ ചെയ്യുന്ന വിഭാഗത്തെ പോലെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടാക്കുക, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റഹിമുള്ള ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഹദ്ദാദിയയുടെ വഴിയാണ് സഹോദരങ്ങളെ. അഹ്ലുസുന്നക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനും അവർ പരസ്പരം പ്രഹരിക്കാനും വേണ്ടിയാണ് ഈ ഒത്തുകളി വഴിപിഴച്ച ഹദ്ദാദി വിഭാഗം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ മറച്ചുവെക്കപ്പെട്ട തക്ഫീരികളാണ്. അവർക്ക് തക്ഫീറിന് പുറമെ മറ്റ് വിപത്തുകളുമുണ്ട്. അവരുടെ നീചമായ രീതിശാസ്ത്രത്തിനും അവരുടെ ദുഷിച്ച ലക്ഷ്യങ്ങൾക്കും മറയായി അവർ വഞ്ചനയുടെ അഥവാ തഖിയത്ത് ഏറ്റവും നീചമായ രൂപം ഉപയോഗിക്കുന്നു. ഈ രീതിശാസ്ത്രം ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അവനൊരു പുസ്തകം കൈവശം വയ്ക്കുന്നു. അതിൽ അറിവില്ലായ്മയുടെ ഒഴിവ് കഴിവുകൾ ഇല്ലെന്ന തിരഞ്ഞെടുത്ത പ്രസ്താവനകളുണ്ട്. അവൻ റിയാദ്, തായിഫ്, മക്ക, മദീന എന്നിവിടങ്ങളിൽ സഞ്ചരിക്കും. അങ്ങനെ അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ഞങ്ങളോടൊപ്പം പഠിക്കും. ഇത് ഞാൻ നേരത്തെ വായിച്ച ഭാഗമാണ്. ഇവരുടെ കൈമേൽ ഒഴിവ് കഴിവില്ല, തക്ഫീർ ചെയ്യണം എന്ന തിരഞ്ഞെടുത്ത ഫത്വകളുണ്ടാവും. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റഹിമുള്ള പറയാണ്, അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ ആശയം അദ്ദേഹം ഈ രീതിയിൽ വഹിക്കുന്നുണ്ടെന്ന്. അതിനാൽ ഞാൻ അദ്ദേഹത്തോട് പലതവണ തർക്കിക്കുകയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ രീതിശാസ്ത്രവും സലഫുകളുടെ രീതിശാസ്ത്രവും തെളിവുകളും വിശദീകരിക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം തർക്കിച്ചു. ഞാൻ പറഞ്ഞേ, ഇവർക്ക് തെളിവ് കൊടുത്താൽ ഇവർ തർക്കിച്ചു കൊണ്ടേയിരിക്കും, അവസാനിപ്പിക്കൂല. തർക്കിച്ച് ഉത്തരം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഷെയ്ഖ് റബീ റഹിമുള്ള പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരാണ് നിങ്ങളുടെ ഇമാം ഇക്കാര്യത്തിൽ? അദ്ദേഹം പറയും ഇന്ന ആളെന്ന്. നിങ്ങളുടെ പണ്ഡിതൻ ആരാണ്, നിങ്ങളുടെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ഗവേഷണം നടത്തി. അള്ളാഹു മുഖേന അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർക്ക് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. ഒരു സമയത്ത് അജ്ഞത കാരണം ഒഴിവ് കഴിവുണ്ടെന്നും മറ്റൊരു സമയത്ത് അജ്ഞതയുടെ ഒഴിവ് കഴിവില്ല എന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ. ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. ഫൗസാൻ ഹഫിദയുള്ളത് തന്നെ ഒഴിവ് കഴിവ് കൊടുക്കണം എന്ന ഫത്വ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ ഷെയ്ഖ് റബീ റഹിമുള്ള പറയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ആൾ ഈ വിഷയത്തിൽ എൻ്റെ കൂടെയുണ്ട്, തക്ഫീറിൻ്റെ വിഷയത്തിൽ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
ഇത് അങ്ങനെയുള്ളവരുടെ പ്രസ്താവനയാണ്. ഞാൻ നിങ്ങൾക്കായി ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അവർ അജ്ഞതയുള്ളവർക്ക് തെളിവ് സ്ഥാപിക്കുന്നത് ഒരു ഉപാധിയാക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് റബീ റഹ്മത്തുള്ളാഹി എന്താക്കി, പണ്ഡിതന്മാരുടെ ഒടിവ് കഴിവ് കൊടുക്കണം എന്നുള്ള ഫത്വ അദ്ദേഹത്തിന് നൽകി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇബ്നുൽ ഖയ്യിമിനൊപ്പമാണ്. അപ്പോൾ ഷെയ്ഖ് പറയാം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇബ്നുൽ ഖയ്യിമിനെ നിരസിച്ചു. തെളിവ് സ്ഥാപിക്കുന്നത് ഒരു ഉപാധിയായി, ഒരു നിബന്ധനയായി ഇബ്നുൽ ഖയ്യിം വ്യക്തമാക്കുന്നു. അതിനാൽ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. പക്ഷെ അദ്ദേഹം തൻ്റെ വഴികേടിൽ തുടർന്നു. കണ്ടോ ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്? തെളിവ് കൊടുത്താലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും, ആ വഴികേട് തന്നെ ഉറച്ചു നിൽക്കും. അദ്ദേഹം ഷാഢ്യത്തോടെ നിരസിച്ചു. അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹവുമായുള്ള സംവാദത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രിട്ടനിലെയോ പസഫിക് സമുദ്രത്തിലെയോ മറ്റെവിടെയെങ്കിലും ഒരു ഉപദ്വീപിലെ അവിശ്വാസികളായ ഒരു ജനത, സലഫികളാരും അവരുടെ അടുത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ജമാഅത്ത് തബ്ലീഗ് അവരുടെ അടുത്തേക്ക് വരുന്നു. അവരെ പഠിപ്പിക്കുകയും അവർ, അതായത് ഈ തബ്ലീഗുകാർ, ഇത് ഇസ്ലാമാണെന്നും അവർ പഠിപ്പിക്കുന്ന ഇസ്ലാമിനുള്ളിൽ ഷിർക്കിൻ്റെയും വിദഅത്തിൻ്റെയും വഴിവിളക്കലിൻ്റെയും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ദ്വീപിൽ തബ്ലീഗുകാർ പോയി. തബ്ലീഗുകാർ എന്നിട്ട് അവരുടെ പിഴച്ച വിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നു. അതായത് അവരോട് തബ്ലീഗുകാർ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നു. അതിനാൽ അവർ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുകയും ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ഈ മതത്തിൽ അവർ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അവരെ അവിശ്വാസികളായി പ്രഖ്യാപിക്കുമോ, അതോ നിങ്ങൾ അവർക്ക് വേണ്ടി വ്യക്തമാക്കുകയും തെളിവ് സ്ഥാപിക്കുകയും ചെയ്യുമോ? അപ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അപ്പോൾ തബ്ലീഗുകാർ ഇവരെ പിഴപ്പിച്ചു, വിശ്വാസമൊക്കെ പിഴപ്പിച്ചു. അപ്പോൾ ഇനി അവർക്ക് തെളിവ് സ്ഥാപിക്കണ്ടേ എന്നാണ് ഷെയ്ഖ് റബി അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, അവർ അവിശ്വാസികളാണ്, തെളിവ് സ്ഥാപിക്കണമെന്ന ഒരു ഉപാധി ഇല്ല. കണ്ടോ? അപ്പോൾ ഷെയ്ഖ് റബി അദ്ദേഹത്തോട് പറയാണ് റഹിമഹുല്ലാ, അൾജീരിയയിലേക്ക് പോകൂ. കാരണം നിങ്ങൾ ഇപ്പോൾ ആ വിപ്ലവകാരികളെക്കാൾ കഠിനമാണ്. നിങ്ങൾ അവരെക്കാൾ തക്ഫീറിലാണ്. അവരുടെ അടുത്തേക്ക് പോകൂ. കണ്ടോ? അവിടത്തേക്ക് പോകൂ. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരെ കിട്ടുന്നതാണ് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയുന്നത്. അൾജീരിയയിൽ അതിൻ്റെ ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഈ അഭിപ്രായം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ അത് സലഫുകളുടെ അഭിപ്രായമാണ്. എന്നാൽ ആരെങ്കിലും തൻ്റെ അഭിപ്രായം സ്ഥാപിക്കുകയും ഇതല്ലാത്ത മറ്റൊരു അഭിപ്രായത്തിൽ തൃപ്തനാവുകയും നിശബ്ദ പാലിക്കുകയും ചെയ്താൽ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. അപ്പോൾ തക്ഫീർ എന്ന വാദമാണ് ശരിയെന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ നിശബ്ദത പാലിച്ച പ്രശ്നമില്ല. എന്നിരുന്നാലും അവൻ പോയി കുഴപ്പങ്ങൾ ജ്വലിപ്പിക്കുകയും മറ്റുള്ളവരെ വഴിവെപ്പിക്കുകയും മറ്റുള്ളവരെ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഇല്ല, അള്ളാഹുവാണ് സത്യം, അവനെ സംബന്ധിച്ച് മൗനം പാലിക്കാൻ പാടില്ല. ഷെയ്ഖ് റബി റഹിമഹുല്ല ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച തിന്മയുടെയും കുഴപ്പങ്ങളുടെയും വഴികളിൽ നിന്നുള്ള ഒരു വഴിയായതിനാൽ ഈ കാര്യം ഉപേക്ഷിക്കാൻ ഞാൻ യുവാക്കളെ ഉപദേശിക്കുന്നു. കൊള്ളാം, ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കാലം മുതൽ നമ്മുടെ ഇന്ന് വരെ യുഗങ്ങൾ കടന്നുപോയി. ഈ വിഷയത്തിൽ അവർക്കിടയിൽ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗവേഷണം ചെയ്ത ഈ വീക്ഷണം പുലർത്തിയവൻ ഒന്നും മിണ്ടാതെ യാത്ര തുടർന്നു. അത് തൻ്റെ ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ചു പ്രചരിപ്പിച്ചു. അത്രമാത്രം. അവൻ യാത്ര തുടർന്നു. അവനെ എതിർത്തവനും അവൻ്റെ വഴിയേ പോയി. എല്ലാവരും സഹോദരന്മാരാണ്. അവർക്കിടയിൽ ഭിന്നതകളോ തർക്കങ്ങളോ ഇല്ല. മറ്റൊരാളെ വഴിവിളച്ചവനെന്നോ അവിശ്വാസിയായി ആരും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇക്കൂട്ടർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ ഈ വിഷയത്തിൽ അവിശ്വാസികളായി പ്രഖ്യാപിക്കുന്നു. ഇതൊന്ന് നോക്കൂ. ഇതിലൂടെ അവർ ഇസ്ലാമിലെ പ്രമുഖ പണ്ഡിതന്മാരെ തഫ്സീറാക്കുന്ന തലത്തിലെത്തി. അത് അവരുടെ
ദിശാബോധത്തിൻ്റെ നീചത്വത്തെയും അവരുടെ ലക്ഷ്യങ്ങളുടെ തിന്മയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് സലഫി യുവാക്കളോട് ഞാൻ ഉപദേശിക്കുന്നത് അവർ ഈ വിഷയത്തിലേക്ക് കടക്കരുതെന്നാണ്. ഇത് ഷെയ്ഖ് റബീ റഹിമഹുല്ലയുടെ നസീഹത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റബീ റഹിമഹുല്ല പറയാണ്, ശക്തമായ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു നിബന്ധനയായി തക്ഫീറുൽ ഐനിന് മുമ്പ്, ഒരു വ്യക്തിയെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് തെളിവ് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരുവന് ശക്തമല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിശബ്ദത പാലിക്കണം. തൻ്റെ മറ്റു സഹോദരങ്ങളെ ബഹുമാനിക്കണം. അവരെ വഴിപിഴപ്പിച്ചതായി പ്രഖ്യാപിക്കരുത്. കാരണം അവരുടെ അടുത്ത് സത്യമുണ്ട്. അവരുടെ പക്കൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അവരുടെ പക്കലുണ്ട്. സലഫുകളുടെ രീതിശാസ്ത്രവും അവരുടെ പക്കലുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആര് മൗനം പാലിക്കണം? എപ്പോൾ മൗനം വെടിയണം. അത് അവിശ്വാസിയായി പ്രഖ്യാപിക്കുമ്പം മൗനം വെടിയണം എന്നാണ് ഷെയ്ഖ് റബീ റഹിമഹുല്ല പറഞ്ഞത്. അതേസമയത്ത് അവിശ്വാസിയാക്കണം എന്നതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ മൗനം പാലിക്കുക വേണ്ടത് എന്നും ഷെയ്ഖ് റബീ റഹിമഹുല്ല വ്യക്തമാക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. തക്ഫീർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ സലഫുകളെ തക്ഫീർ ചെയ്യണം. ഇബ്നു തൈമിയയെയും ഇബ്നു അബ്ദുൽ വഹാബിനെയും തക്ഫീർ ചെയ്യണം. കാരണം ഇവരൊക്കെ ഒഴിവ് കഴിവുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ കാഫിറാവൂലേ ഇവരുടെ അടിസ്ഥാനമാണെങ്കിൽ? കാരണം ഇവരെ മറ്റുള്ളവരെ കാഫിറാക്കിയിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ശിർക്ക് ചെയ്യുന്നവരെ കാഫിറാക്കിയിട്ടില്ല, മുശ്രിക്കാക്കിയിട്ടില്ല. അപ്പോൾ ഈ പണ്ഡിതന്മാരൊക്കെ കാഫിറാകണ്ടേ? ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു, ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നവരോട്, അവരെ ആരാധിക്കുന്നവരോടും ഞങ്ങൾ തക്ഫീർ ചെയ്യുന്നില്ല, അവർക്കെതിരെ തെളിവ് സ്ഥാപിക്കുന്നത് വരെ. കാരണം കാര്യം വ്യക്തമാക്കുന്ന ഒരാളെയും അവർ കണ്ടെത്തിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി കാര്യം വ്യക്തമാക്കുന്ന ആൾ അവരുടെ ഓരോ ആശയക്കുഴപ്പവും സംശയവും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ വ്യക്തമാക്കി കൊടുക്കണം. അവർക്ക് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട് തെളിവ്, ഒരുപാട് ഹദീസുകളുണ്ട് തെളിവ്. അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ച്, ഹാഫിളീങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവയൊക്കെ അവന് സംശയം തീർത്ത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. തെളിവ് സ്ഥാപിക്കണം. അതാണ് പ്രമാണങ്ങൾ. ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് സലഫുകളുടെ രീതി. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ ഇവിടെ എല്ലായിടത്തും ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, ഈ മുസ്ലിം നാട്ടിൽ ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു പ്രസംഗം നടത്തി, ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സംവാദം ഒരു സ്ഥലത്ത് നടത്തി, അല്ലെങ്കിൽ കേരളത്തിൽ കുറേ പ്രദേശത്ത് നടത്തിയാലൊന്നും അതുകൊണ്ടൊന്നും ഹുജ്ജത്ത് സ്ഥാപിക്കൂല. ബാറക്കല്ലാഹു ഫീക്കും. ഓരോ വ്യക്തിയെ തക്ഫീർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സംശയവും വ്യക്തമാക്കി കൊടുക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് റബീ ഇവിടെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. വ്യക്തിപരമായ തക്ഫീർ ചെയ്യണമെങ്കിൽ അത് തെളിവ് സ്ഥാപിക്കപ്പെടണം. ഇത് ഷെയ്ഖ് റബീ റഹിമഹുല്ലയുടെ ഫത്താവയുടെ ആദ്യത്തെ വോളിയത്തിൽ ഫത്താവ ഫളീലത്ത് ഷെയ്ഖ് റബീ ബിൻ ഹാദി ഉമർ അൽ മദ്ഖലി, 1-ാം വോളിയം 309, 312, ദാറുൽ മുഹ്സിൻ 2010 കാണാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് തുറന്നാൽ അതിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഖ് റബീ റഹിമഹുല്ലയുടെ ഞാൻ പരിഭാഷപ്പെടുത്തിയ ഫത്തവയുടെ താഴെ ലിങ്ക് കാണാം. അതിൽ പോയാൽ ഷെയ്ഖ് റബിയുടെ വെബ്സൈറ്റിലേക്കും പോകാം. ആ വെബ്സൈറ്റിൽ അറബി വചനങ്ങളും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പിന്നിൽ നിസ്കരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഷെയ്ഖ് റബീ റഹിമഹുല്ല പറയാണ്. ചോദ്യം ഇതാണ്: ബിദ്അത്തുകാരുടെ ഒരു മസ്ജിദിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഈ നാട്ടിൽ അഹ്ലു സുന്നത്തിൻ്റെ മസ്ജിദ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിസ്കരിക്കും? എൻ്റെ വീട്ടിൽ ഭാര്യയോടൊപ്പം നിസ്കരിക്കുന്നത് ശരിയാണോ? അപ്പോൾ ഷെയ്ഖ് റബീ റഹിമഹുല്ല ഉത്തരം പറയാണ്, ഇല്ല. ഒരു മസ്ജിദ് ഉണ്ടെങ്കിൽ അത് ബിദ്അത്തുകാരുടേതാണെങ്കിലും അതിൽ നിസ്കരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഖവാരിജിലെ ഒരു വ്യക്തിയുടെ പിന്നിൽ നിസ്കരിച്ചു. ഇത് സഹീഹ് ബുഖാരി തെളിവായി ഉപയോഗിച്ചിട്ടുണ്ട്. നിസ്കരിക്കുക. ജമാഅത്ത് ഒരു മഹത്തായ കാര്യമാണ്. അത് ഇതുപോലുള്ള ഒന്നിന് പകരം വെക്കാൻ പാടില്ല, അഥവാ ഒറ്റക്ക് നിസ്കരിക്കാൻ പാടില്ല.
അത് പുരുഷന്മാർക്കാണ് അറിയാലോ. മസ്ജിദ് അടുത്തുണ്ടെങ്കിൽ ബാങ്ക് കേൾക്കുന്നിടത്താണെങ്കിൽ മസ്ജിദിൽ പോകൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ ശറിയ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലല്ല നിസ്കരിക്കേണ്ടത്, മസ്ജിദിലാണ്. ഒരു ഷേഖ് റഹിമഹുല്ല പറയാണ്, ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന്, അതായത് അവരുടെ ബിദ്അത്ത് മറഞ്ഞിരിക്കുന്നവരുണ്ട്. അതിനാൽ അവൻ്റെ ബിദ്അത്ത് പ്രകടമായില്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക. അവൻ്റെ ബിദ്അത്ത് പ്രകടമല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക. എന്നിരുന്നാലും അവൻ്റെ ബിദ്അത്ത് നിങ്ങൾക്ക് വ്യക്തമാണെങ്കിൽ അതായത് കർമ്മപരമായിട്ട് അവൻ ബിദ്അത്ത് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി, ഇത് ഞാൻ പറയുന്നതാണ്, ഇത് ഷെയ്ഖിൻ്റെ വാക്കല്ല, അതായത് വ്യക്തമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കണം. എന്ത്, ഒന്നിക്കൽ അദ്ദേഹത്തോട് ദഅവത്ത് ചെയ്തിട്ട് അത് വ്യക്തമായി, അല്ലെങ്കിൽ അദ്ദേഹം കർമ്മപരമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഷെയ്ഖ് പറയാണ്, സത്യം വിശദീകരിക്കുകയും അവനോട് അവൻ്റെ ബിദ്അത്ത് വ്യക്തമാക്കുകയും ചെയ്യുക. നീ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പറയുക, വ്യക്തമാക്കുക, സത്യം പറഞ്ഞു കൊടുക്കുക, വിശദീകരിക്കുക എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ ഷർത്തായി വെച്ചിട്ടുള്ളത്, ഒരു നിബന്ധനയായി വെച്ചിട്ടുള്ളത്. അവൻ്റെ ബിദ്അത്ത് സത്യനിഷേധിക്കുന്നതാണെങ്കിൽ, അതായത് ബിദ്അത്ത് കുഫ്റിലേക്ക് എത്തുന്നതാണെങ്കിൽ, അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവിശ്വാസത്തിൻ്റെ തെളിവ് അവൻ്റെ മേൽ സ്ഥാപിതമായതിനു ശേഷം അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. കണ്ടോ, അവൻ്റെ ബിദ്അത്ത് സത്യനിഷേധത്തിൻ്റെതാണ്, അതായത് കുഫ്റിലേക്ക് എത്തുന്ന ബിദ്അത്താണ്. എന്നിട്ട് അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിശ്വാസത്തിൻ്റെ തെളിവ് അവൻ്റെ മേൽ സ്ഥാപിതമായി. ഇനി അവൻ്റെ പിന്നിൽ എന്താക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല. അതായത് അവൻ അവിശ്വാസത്തിൻ്റെ ഒരു ബിദ്അത്ത് ചെയ്യുന്നു, അതായത് കുഫ്റിൻ്റെ ഒരു ബിദ്അത്ത് ചെയ്യുന്നു. അതായത് അള്ളാഹുവിന് ഉദാഹരണം പറയാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കുന്നു, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് മഴ തേടുകയോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വളച്ചൊടിക്കുകയോ ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ശിർക്കും കുഫ്റൊക്കെ അവനുണ്ട്. അവന് സത്യം വ്യക്തമാക്കി കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ തെളിവ് സ്ഥാപിക്കപ്പെട്ടാൽ അതിന് ശേഷമാണ് അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത് എന്ന് ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞത്. അവൻ സത്യനിഷേധത്തിൻ്റെ ബിദ്അത്തുകൾ പ്രവർത്തിക്കുകയും നിങ്ങൾ അവനുമായി സംവാദം നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും അവൻ്റെ ദൂതൻ്റെ വാക്കുകളിൽ നിന്നും സലഫുകളുടെ പ്രസ്താവനകളിൽ നിന്നും അയാൾക്ക് സത്യം വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ടും അവൻ്റെ ബിദ്അത്തിൽ ഷാഠ്യക്കാരനാണെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. ഇത്ര ക്ലിയറാണ്, ഇത്ര വാളിഹാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിന് ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, അവൻ്റെ ബിദ്അത്തുകൾ മറഞ്ഞിരിക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുമല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഫത്താവ ഫിഖ്ഹിയ മുനവ്വിയ ഇതിൽ കാണാം. ഇതിൻ്റെ സ്രോതസ്സും ഇതിൻ്റെ അറബി വചനങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതേ ലിങ്ക് തുറന്നാൽ ബാറക്കല്ലാഹു ഫീക്കും കിട്ടും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇതും കൂടി കിട്ടും. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തക്ഫീർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയാണ്, ഇതിൻ്റെ സ്രോതസ്സും എല്ലാം നിങ്ങൾക്ക് ഇതേ ലിങ്കിൽ പോയാൽ കിട്ടും, ഡിസ്ക്രിപ്ഷനിലെ അറബി വചനങ്ങളും. വ്യക്തിയെ നിജപ്പെടുത്തിക്കൊണ്ടുള്ള തക്ഫീർ ഉൾക്കാഴ്ചയും പാണ്ഡിത്യമുള്ളവർക്കും ജഡ്ജിയുടെ മുമ്പിലും മാത്രമേ പാടുള്ളൂ. കാരണം ചിലപ്പോൾ അവന് പറയാൻ വല്ല ന്യായവും ഉണ്ടാകാം. അവൻ തെറ്റിപ്പഠിച്ചിട്ടുണ്ടാവും, അവനെ തെറ്റിപ്പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ചെറുപ്പത്തിലെ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് വ്യക്തമാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അറിവില്ലാത്ത ആളോ അല്ലെങ്കിൽ അറിവില്ലാത്ത ആളായിരിക്കും, നിർബന്ധിക്കപ്പെട്ടുകൊണ്ടോ ആകാം. ബാറക്കല്ലാഹു ഫീക്കും. അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ സംഭവിച്ച പിഴവാകാം. വ്യാഖ്യാനത്തിൽ പിഴവ് സംഭവിക്കാം. ഇവിടെയും തെറ്റിപ്പഠിച്ചാലോ എവിടെന്നെങ്കിലും തെറ്റി കേട്ടാലോ ഒക്കെ തെറ്റായ വ്യാഖ്യാനം പഠിച്ചിട്ട് അങ്ങനെ സംഭവിക്കാം. കുഫറിലേക്കും ഷിർക്കിലേക്കും പോകാം. സാധാരണക്കാർ തക്ഫീർ ചെയ്യാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്രോതസ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക്
ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ആ ലിങ്ക് തുറന്നാൽ എല്ലാം കിട്ടും. വേറെയും ഫത്വകൾ കിട്ടും. ഷെയ്ഖ് ഫൗസാൻ, പിന്നെ അതേപോലെ ഷെയ്ഖ് ബിൻ ബാസ് റഹിമുല്ല, ഷെയ്ഖ് ഉസൈമി റഹിമുല്ല, ഇവരുടെ ഒക്കെ ഫത്വകൾ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ ഷെയ്ഖ് റബി റഹിമുള്ളത് പ്രത്യേകം വായിക്കാൻ കാരണം കേരളത്തിലും ലോകം മുഴുവനും തക്ഫീർ ചെയ്യുന്നവരുടെ സ്വഭാവം ഷെയ്ഖ് റബി റഹിമുല്ല വ്യക്തമായി ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.